നമസ്കാരം. രാമായണ രചനയ്ക്ക് വേണ്ടി ധ്യാനത്തിലിരിക്കുന്ന അവസ്ഥയിൽ വാൽമീകി മഹർഷിയുടെ മനസ്സിൽ എല്ലാം പണ്ട് നടന്നതെല്ലാം, പണ്ട് സംഭവിച്ചതെല്ലാം കൃത്യമായി തെളിഞ്ഞു വന്നു. വാൽമീകിക്ക് അതൊക്കെ മനസ്സിൽ കാണാൻ സാധിച്ചു. കയ്യിലിരിക്കുന്ന ഉള്ളം കയ്യിലിരിക്കുന്ന ഒരു നെല്ലിക്ക എപ്രകാരമാണോ നമുക്ക് സുവ്യക്തമാകുന്നത്, നല്ലപോലെ കാണാൻ സാധിക്കുന്നത്, അതുപോലെ കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം തന്നെ വാൽമീകിക്ക് കൃത്യമായി കാണാൻ സാധിച്ചു. ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും ദശരഥനെയും പത്നിമാരെയും ആ രാഷ്ട്രമൊട്ടാകെയും വാൽമീകി മഹർഷി കൃത്യമായി അടുത്തു കണ്ടു. അതേപോലെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കാട്ടിൽ പോകുന്നതും ആ വനയാത്രയും ഒക്കെ മഹർഷി കൃത്യമായിട്ട് കണ്ടു എന്ന് പറയുകയാണ്. രാമൻ, ലക്ഷ്മണൻ, സീത എന്നിവരും ദശരഥനും ഭാര്യമാരും രാഷ്ട്രമൊട്ടാകെയും ഏതേത് അവസ്ഥകളിൽ വർത്തിച്ചുവോ അവയും ചിരി, ഭാഷിതം, ചേഷ്ടിതം എന്നിവയും ഋഷി യോഗദൃഷ്ടിയാൽ ഉള്ളിൽ ദർശിക്കുന്നവനായി. യോഗശക്തി കൊണ്ടാണ് മഹർഷിക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ സത്യസന്ധനായ രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി വനത്തിൽ സഞ്ചരിക്കുന്നതും അദ്ദേഹത്തിന് മനസ്സിൽ പ്രത്യക്ഷമായി. അല്ലേ? കരതലത്തിലെ ആമലകം നെല്ലിക്ക പോലെ, ഉള്ളം കൈയിലുള്ള നെല്ലിക്ക പോലെ പണ്ട് സംഭവിച്ചതെല്ലാം യോഗസിദ്ധിയിൽ മഹർഷിക്ക് തെളിഞ്ഞു കാണാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം അതെല്ലാം വിവരിക്കാനായിട്ട് സന്നദ്ധനായി. തത്സർവം തത്വതോ ദൃഷ്ട്വാ ധർമ്മേണ സമഹാമതി അഭിരാമസ്യ രാമസ്യ തത്സർവം കർത്തുമുദ്യത. അഭിരാമനായിട്ടുള്ള, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ രാമൻ്റെ പ്രവൃത്തികളെല്ലാം വിവരിക്കാനായിട്ട്, ആ സർവവും വിവരിക്കാനായിട്ട് അദ്ദേഹം ഉദ്യമിച്ചു, അദ്ദേഹം തുടങ്ങി. കാമാർത്ഥഗുണസംയുക്തം ധർമാർത്ഥഗുണവിസ്തരം സമുദ്രമിവ രത്നാഢ്യം സർവശ്രുതിമനോഹരം സ യഥാ കഥിതം പൂർവം നാരദേന മഹാത്മനാ രഘുവംശസ്യ ചരിതം ചകാര ഭഗവൻ മുനി. ജന്മരാമസ്യ സുമഹത് വീര്യം സർവാനുകൂലതാം ലോകസ്യ പ്രിയതാം ക്ഷാന്തിം സൗമ്യതാം സത്യശീലതാം നാനാചിത്രകഥാശ്ചാന്യ വിശ്വാമിത്രസഹായനേ ജാനക്യാശ്ച വിവാഹം ച ധനുഷശ്ച വിഭേദനം രാമ രാമ വിവാദം ച ഗുണൻ ദാശരഥേസ്തഥാ തഥാഭിഷേകം രാമസ്യ കൈകേയ്യാ ദുഷ്ടഭാവതം വിഘാതം ചാഭിഷേകസ്യ രാമസ്യ ച വിവാസനം രാജ്ഞ ശോകം വിലാപം ച പരലോകസ്യ ചാശ്രയം പ്രകൃതീനാം വിഷാദം ച പ്രകൃതീനാം വിസർജനം നിഷാദാധിപസംവാദം സൂതോപവർത്തനം തഥാ ഗംഗായാശ്ചാപി സംതാരം ഭരദ്വാജസ്യ ദർശനം ഭരദ്വാജാദ്യനുജ്ഞാന ചിത്രകൂടസ്യ ദർശനം വാസ്തുകർമ്മനിവേശം ച ഭരതാഗമനം തഥാ പ്രസാദനം ച രാമസ്യ പിതുശ്ച സലിലക്രിയം പാതുകാഗ്രാഭിഷേകം ച നന്ദിഗ്രാമനിവാസനം ദണ്ഡകാരണ്യഗമനം വിരാധസ്യ വധം തഥാ ദർശനം ശരഭംഗസ്യ സുതീക്ഷ്ണേന സമാഗമം അനസൂയാസമാഖ്യാം ച അംഗരാഗസ്യ ചർപ്പണം ദർശനം ചപ്യഗസ്ത്യസ്യ ധനുഷോ ഗ്രഹണം തഥാ ശൂർപ്പണഖ്യാശ്ച സംവാദം
വിരൂപകരണം തഥാ വധം ഖര ത്രിശി വധം ഖര ത്രിശിരസോത്ഥാനം രാവണസ്യ ച മാരീചസ്യ വധം ചൈവ വൈദേഹ്യാഹരണം തഥാ രാഘവസ്യ വിലാപം ച ഗൃധ്രരാജനിബർഹണം കബന്ധദർശനം ചൈവ പമ്പായാശ്ചാഭിദർശനം ശബരീദർശനം ചൈവ ഫലമൂലാശനം തഥാ പ്രലാപം ചൈവ പമ്പായാം ഹനുമദ്ദർശനം തഥാ ഋഷ്യമൂകസ്യ ഗമനം സുഗ്രീവേണ സമാഗമം പ്രത്യയോത്പാദനം സഖ്യം ബാലിസുഗ്രീവ വിഗ്രഹം ബാലിപ്രമഥനം ചൈവ സുഗ്രീവ പ്രതിപാദനം താരാവിലാപം സമയം വർഷരാത്രനിവാസനം ക്രോധം രാഘവസിംഹസ്യ ബാലാനാമുപസംഗ്രഹം ദിശ പ്രസ്ഥാപനം ചൈവ പൃഥിവ്യാശ്ച നിവേദനം അങ്കുലീയകദാനം ച വൃക്ഷസ്യ ബലിദർശനം പ്രായോപവേശനം ചൈവ സമ്പാദേശ്ചാഭിദർശനം പർവ്വതാരോഹണം ചൈവ സാഗരസ്യാഭിലംഘനം സമുദ്രവചന ചൈവ മൈനാകസ്യ ദർശനം രാക്ഷസീതർജനം ചൈവ ഛായാഗ്രാഹസ്യ ദർശനം സിംഹികായാശ്ച നിധനം ലങ്കാമലയദർശനം രാത്രോ ലങ്കാപ്രവേശം ച ഏകസ്യാപി വിചിന്തനം ആപാനഭൂമിഗമനമവരോധസ്യ ദർശനം ദർശനം രാവണസ്യാപി പുഷ്പകസ്യ ച ദർശനം അശോകവനികായാനം സീതായാശ്ചാഭിദർശനം അഭിജ്ഞാനപ്രദാനം ച ശ്രീതായാശ്ചാഭിഭാഷണം രാക്ഷസീതർജനം ചൈവ ത്രിജടാ സ്വപ്നദർശനം മണിപ്രദാനം സീതായ വൃക്ഷഭഗ്നം തഥൈവ ച രാക്ഷസീ വിദ്രവം ചൈവ കിങ്കരാണാം നിബർഹണം ഗ്രഹണം വായുസൂനോശ്ച ലങ്കാദാഹാഭിഗർജനം പ്രതിപ്ലവനമേവാധ മധൂനാം ഹരണം തഥാ രാഘവാശ്വാസനം ചൈവ മണിനിര്യാതനം തഥാ സംഗമം ച സമുദ്രേണ നളസേതോശ്ച ബന്ധനം പ്രതാരം ച സമുദ്രസ്യ രാത്രോ ലങ്കാവരോധനം വിഭീഷണേന സംസർഗം വധോപായ നിവേദനം കുംഭകർണസ്യ നിധനം മേഘനാഥനിബർഹണം രാവണസ്യ വിനാശം ച സീതാവാപ്തിമരേ പുരേ വിഭീഷണാഭിഷേകം ച പുഷ്പകസ്യ ച ദർശനം അയോധ്യായാനശ്ച ഗമനം ഭരദ്വാജസമാഗമം പ്രേക്ഷണം വായുപുത്രസ്യ ഭരതേന സമാഗമം രാമാഭിഷേകാഭ്യുദയം
സർവസൈന്യവിസർജനം അനാഗതം ച യത്കിഞ്ചിത് രാമസ്യ വസുധാതലേ തച്ചകാരോത്തരേ കാവ്യേ വാത്മീകിർ ഭഗവാൻ ഋഷി. ഇങ്ങനെ കഴിഞ്ഞുപോയ കാലം മുഴുവൻ വാൽമീകി മഹർഷി കണ്ടു. അതിനുശേഷം നടക്കാൻ പോകുന്ന കാര്യവും വാൽമീകിക്ക് വ്യക്തമായി. അങ്ങനെ വാൽമീകി അതും കൂടെ ഉത്തരകാണ്ഡത്തിൽ ഉത്തരത്തിൽ അതും കൂടി നടക്കാൻ പോകുന്ന കാര്യവും കൂടി ചേർത്ത് എഴുതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ടും രാമായണത്തിൻ്റെ കഥ മുഴുവൻ വാൽമീകി എങ്ങനെയാണ് മനസ്സിൽ കണ്ടത് എന്ന് ഈ ഭാഗത്ത് വിവരിക്കുന്നു. നന്ദി.